ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വറുത്തരച്ച കറി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു അരപ്പാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ശേഷം നമ്മളിതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇഞ്ചി, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണത്തിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് പൊടിയല്ല, കുരുമുളക് തന്നെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വറുത്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കറിയിലൊരു കളർ കിട്ടും. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾ 2 കപ്പാണ് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ്. നിങ്ങളുടെ മെഷർമെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. വലിയ ജീരകമോ ചെറിയ ജീരകമോ ചേർത്ത് കൊടുക്കാം. പിന്നെ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റിയായി തോന്നിയത് വലിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോഴാണ്. നോർമലി നമ്മളിങ്ങനെ അരപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ വലിയ ജീരകം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. കാരണം അത് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഉണ്ടല്ലോ, നമ്മൾ ഈ വറുത്തെടുക്കുന്ന കോക്കനട്ട് മുഴുവനായിട്ടും ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനായിട്ട്, കുറച്ച് പോലും നനവ് പാടില്ല. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. മൊത്തമായിട്ടും ഡ്രൈ ആയി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ ഇത് വറുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ തന്നെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ക്രീമി ആയി വരുന്നത് വരെ, നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ വേണം നിങ്ങളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു രൂപത്തിലാണ് നമുക്കിത് വേണ്ടത്. പിന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഒരു കറിയിലേക്ക് മാക്സിമം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആവുക. നിങ്ങൾ സാധാ സൺഫ്ലവർ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ടേസ്റ്റി ആയി കിട്ടില്ല. അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലതുപോലെ തന്നെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് 2 അല്ലി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്താൽ പിന്നെ 2-3 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടിത് നല്ലതുപോലെ തന്നെ 3 കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിവേപ്പിലയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറുന്നത് വരെ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കളർ നല്ലതുപോലെ തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് 20-25 ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. നമ്മുടെ ചെറുള്ളി ഇപ്പോൾ നല്ലതുപോലെ വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി
ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളകാണ്, ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 3 വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എരിവിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാതും നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ മുളകൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ച് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരപ്പ് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. നമ്മുടെ വഴറ്റിയെടുത്ത സംഭവമൊക്കെ ഇതിൽ നല്ലതുപോലെ തന്നെ മിക്സ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നല്ലതുപോലെ തന്നെ ഇതൊന്ന് തിളക്കുന്നത് വരെ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചപ്പോൾ തന്നെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യാതെ അടച്ചു വെച്ചതല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ടാണ് ചെമ്മീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കിലോനോളം ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം പുളി വെള്ളമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുളി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ആ പുളി മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മളിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെമ്മീൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഒരു 5-6 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് നോക്കുക ചെമ്മീൻ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. എന്നിട്ടില്ലെങ്കിൽ ഒരു കുറച്ചും കൂടി മിനിറ്റ് വയ്ക്കുക. അങ്ങനെ ഇതാ നമ്മൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഫിഷ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തിൻ്റെ കൂടി ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാത്തിനും കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത്. നിങ്ങൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യുന്നതായി വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ ഇനിയും വരും. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.